ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പ്രപഞ്ചനാഥൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും കഴിവിൻ്റെ പരമാവധി പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഏറ്റവും ആദ്യം സ്വന്തത്തോടും ശേഷം നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. കരുണാനിധിയായ നാഥൻ നമ്മെ ഇരുലോകത്തും അനുഗ്രഹിക്കുമാറാവട്ടെ. കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒന്നാണ് അവൻ നമുക്ക് മഴ വർഷിപ്പിച്ചു തരുന്നു എന്നുള്ളത്. ആകാശലോകത്തു നിന്ന് ഉപരിലോകത്തു നിന്ന് വർഷിക്കുന്ന മഴയെ അള്ളാഹുവിൻ്റെ റഹ്മത്തായിട്ടാണ് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. എന്നു മാത്രമല്ല, അള്ളാഹുവിൻ്റെ കാരുണ്യമായി ലഭിക്കുന്ന മഴവെള്ളത്തെ അനുഗ്രഹീതമായ വെള്ളം എന്ന് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ചിട്ടുണ്ട്. വനസ്സൽനാ മിനസ് സമാഇ മാഅൻ മുബാറക, ആകാശലോകത്തു നിന്നും നിങ്ങൾക്ക് നാം അനുഗ്രഹീതമായ വെള്ളത്തെ വർഷിപ്പിച്ചു തന്നു എന്നാണ് ഖുർആൻ ഒരു സ്ഥലത്ത് ഈ മഴവെള്ളത്തെക്കുറിച്ചുകൊണ്ട് വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഈ അനുഗ്രഹമാകുന്ന മഴ അത് നമുക്ക് കിട്ടാതാകുമ്പോഴാണ് ജലക്ഷാമവും വരൾച്ചയും ചൂടും എല്ലാം കൂടി വരുന്നത്. നമ്മൾ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളതുപോലെ നമ്മളെയൊക്കെ പ്രയാസപ്പെടുത്തുന്ന വൈദ്യുതി നിയന്ത്രണം പോലും സംഭവിക്കുക എപ്പോഴാണ്? ഈ പടച്ച റബ്ബിൻ്റെ അതിമഹത്തായ അനുഗ്രഹം എന്ന് വിശേഷിപ്പിച്ച, റബ്ബിൻ്റെ കാരുണ്യമെന്ന് വിശേഷിപ്പിച്ച് ഈ മഴയും അതിലൂടെ ലഭിക്കുന്ന വെള്ളവും നമുക്ക് ഇല്ലാതാകുമ്പോഴാണ്, അതിൻ്റെ കുറവ് അനുഭവപ്പെടുമ്പോഴാണ്. ഈ മഴ പെയ്യാനും പെയ്യാതിരിക്കാനുമുള്ള കാരണങ്ങൾ ശാസ്ത്രത്തിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് മനസ്സിലാക്കാനും പഠിക്കാനൊക്കെ കഴിയും. അതേസമയം സത്യവിശ്വാസികൾ എന്ന നിലക്ക് വിശുദ്ധ ഖുർആനിലൂടെ, വേദഗ്രന്ഥത്തിലൂടെ കണ്ണോടിക്കുമ്പോൾ കരുണാമയനായ പ്രപഞ്ചനാഥൻ്റെ ഇത്തരം അനുഗ്രഹങ്ങൾ നമുക്ക് തടയപ്പെടാനും അത് ലഭിക്കാനും, രണ്ടിനും കിട്ടാനും കിട്ടാതിരിക്കാനും മനുഷ്യർ തന്നെയാണ് കാരണക്കാരെന്ന് ബോധ്യപ്പെടുന്ന ചില സാഹചര്യങ്ങളുണ്ട്. വിശുദ്ധ ഖുർആൻ അത് പല സമൂഹത്തെയും മുമ്പിൽ വെച്ചുകൊണ്ട് നമ്മെ ബോധ്യപ്പെടുത്തുന്നുമുണ്ട്. വലൗ അന്നഹും മഖാമു തൗറാത്ത വൽ ഇൻജീല വമാ ഉൻസില ഇലൈഹിം മിർ റബ്ബിഹിം ലഅകലൂ മിൻ ഫൗഖിഹിം വമിൻ തഹ്തി അർജുലിഹിം എന്ന് ഖുർആൻ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്. അഥവാ തൗറാത്തിലും ഇഞ്ചീലിലും അവരുടെ റബ്ബിങ്കൽ നിന്ന് അവരിലേക്ക് അവതരിപ്പിക്കപ്പെടുകയും അങ്ങനെ അവതരിപ്പിക്കപ്പെട്ടതും അവർ നിലനിർത്തുമായിരുന്നെങ്കിൽ, അതനുസരിക്കുമായിരുന്നെങ്കിൽ, ആ വേദഗ്രന്ഥം അനുസരിച്ചവർ ജീവിക്കുമായിരുന്നെങ്കിൽ അവരുടെ മുകൾ ഭാഗത്തു നിന്നും അവരുടെ താഴ്ഭാഗത്തു നിന്നും അവർക്ക് ആഹാരം ലഭിക്കുമായിരുന്നു എന്നൊരിക്കൽ ഖുർആൻ സൂചിപ്പിച്ചു. അതേസമയം തന്നെ പടച്ച റബ്ബിലേക്ക്, ആ പടച്ച റബ്ബിൻ്റെ നിയമങ്ങൾ ലംഘിക്കുന്നിടത്തേക്കാണ് മനുഷ്യൻ പോകുന്നതെങ്കിൽ, റബ്ബിൻ്റെ അനുസരണത്തിലേക്ക് പോകുന്നതിന് പകരം ആ പടച്ച റബ്ബിനെ ധിക്കരിക്കുന്നിടത്തേക്കും ലംഘിക്കുന്നിടത്തേക്കുമൊക്കെയാണ് ഒരു മനുഷ്യൻ സഞ്ചരിക്കുന്നതെങ്കിൽ, പരലോകത്ത് മാത്രമല്ല ഈ ദുനിയാവിൽ തന്നെ അവൻ്റെ ജീവിതം കുടുസായി മാറുമെന്നും അവനുള്ള വഴികളൊക്കെയും കൊട്ടിയടക്കപ്പെടുമെന്നും വിശുദ്ധ ഖുർആൻ ബോധ്യപ്പെടുത്തുന്നുണ്ട്. വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശത്തുൻ ദൻക, ആരാണോ എൻ്റെ ദിക്റിനെ അവഗണിക്കുന്നത്, എൻ്റെ ദിക്റിനെ പരിഗണിക്കാതിരിക്കുന്നത് ആരാണോ, അവനു നാം അവൻ്റെ മഈശത്തിനെ കുടുസാക്കി മാറ്റുമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ്റെ ജീവിത വിഭവങ്ങൾ കുടുസാക്കുന്നതിൻ്റെ, അതിൽ കുറവ് വരുത്തുന്നതിൻ്റെ, അത് പിടിച്ചു വെക്കുന്നതിൻ്റെ ഏറ്റവും വലിയ അനുഭവ സാക്ഷ്യമാണ് ജീവൻ നിലനിർത്താൻ പോലും അത്യാവശ്യമായി വേണ്ടുന്ന വെള്ളത്തിൻ്റെ അടിസ്ഥാനമായ മഴയുടെ ലഭ്യത കുറവ് എന്ന് പറയുന്നത്. തീർച്ചയായും
പടച്ച റബ്ബ് അവൻ നൽകാൻ ഉദ്ദേശിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളെ കുടുസാക്കുന്നു എന്നതിൻ്റെ നേർസാക്ഷ്യമാണ് ഈ മഴക്കുറവ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, ഇത്തരമൊരു പ്രതിസന്ധി ഘട്ടത്തെ സത്യവിശ്വാസികൾ എന്ന നിലക്ക് എങ്ങനെയാണ് നമ്മൾ തരണം ചെയ്യേണ്ടത്? മഴ ലഭിക്കാൻ, പടച്ച റബ്ബ് നമ്മോട് കനിവ് കാണിക്കാൻ, ആകാശലോകത്ത് നിന്ന് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ വർഷം ഉണ്ടാവാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? വിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് മഴ ലഭിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന ചോദ്യത്തിന് ഒരൊറ്റ പരിഹാരം മാത്രമാണ് മുന്നോട്ട് വെക്കുന്നത്. അതെന്താ? നിങ്ങളുടെ ധാരാളമായി നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ റബ്ബിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് ആരാണോ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് നൽകേണ്ടത്, ആരാണോ ആ അനുഗ്രഹങ്ങളെ ഇപ്പോൾ തടഞ്ഞു വെക്കുകയും കുടുസാക്കുകയും ചെയ്തിട്ടുള്ളത്, ആർക്കു മാത്രമാണോ നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ വാരിക്കോരിത്തരാൻ കഴിവുള്ളത്, ആ ഏകനായ പടച്ച റബ്ബിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് ധാരാളം ഇസ്തിഗ്ഫാർ നടത്തുക എന്നത് മാത്രമാണ് നിങ്ങൾക്ക് മഴ വർഷിച്ച് കിട്ടാനുള്ളൊരു പരിഹാര മാർഗമെന്ന് വിശുദ്ധ ഖുർആൻ തന്നെ വ്യക്തമാക്കുകയാണ്. നമുക്കറിയാമല്ലോ, മനുഷ്യരുടെ ഭാഗത്തു നിന്ന് തെറ്റുകൾ സംഭവിക്കുമ്പോൾ, മനുഷ്യരുടെ ഭാഗത്തു നിന്ന് ദൈവധിക്കാരങ്ങൾ സംഭവിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹം നമുക്ക് തടയപ്പെടുന്ന വിധത്തിൽ ശിക്ഷകൾ ഇറങ്ങുമെന്നാണ് മഹാന്മാർ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ. ഒരു മനുഷ്യൻ തെറ്റ് ചെയ്യുമ്പോൾ, ഒരു മനുഷ്യൻ തൻ്റെ റബ്ബിൻ്റെ കൽപ്പനകളെ ധിക്കരിക്കുമ്പോൾ, ആ ദൈവധിക്കാരത്തിൻ്റെ തിന്മകൾ ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഒരു മനുഷ്യന് തഹജ്ജുദ് നമസ്കരിക്കാനുള്ള ഭാഗ്യം നഷ്ടപ്പെടും. ഒരു മനുഷ്യൻ തെറ്റുകൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ, റബ്ബിൻ്റെ നിയമങ്ങൾ അവൻ അവഗണിക്കുമ്പോൾ, ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കണമെന്ന് വിചാരിച്ചാലും അവന് പങ്കെടുക്കാൻ കഴിയില്ല. ഇങ്ങനെ പലതരത്തിൽ ഒരു മനുഷ്യൻ തെറ്റുകളും തിന്മകളും ചെയ്യുമ്പോൾ നന്മകൾ ചെയ്യാനുള്ള അനുഗ്രഹമാകുന്ന പടച്ച റബ്ബിൻ്റെ കാരുണ്യം മനുഷ്യന് നഷ്ടപ്പെടുമെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് മനുഷ്യരെ, നിങ്ങൾ തെറ്റുകൾ ചെയ്യുമ്പോൾ, നിങ്ങൾ റബ്ബിനെ ധിക്കരിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ, ആ റബ്ബ് ഇഷ്ടപ്പെടാത്ത വിധത്തിലുള്ള നിലപാടുകളും സമീപനങ്ങളും നിങ്ങൾ ജീവിതത്തിൽ സ്വീകരിക്കുമ്പോൾ, പടച്ച റബ്ബിൻ്റെ അപാരമായ അനുഗ്രഹമെന്ന് റഹ്മത്തെന്ന് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ച മഴയെ നിങ്ങൾക്ക് നിഷേധിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അത്യുഷ്ണം, ചൂട്, അത് ഗുരുതരമാണ്. ഈ ചൂടെന്ന് പറയുന്നത്, മഴ ലഭിക്കാതിരിക്കുന്നു എന്നുള്ളത് പടച്ച റബ്ബിൻ്റെ പരീക്ഷണമാണ്. ഈ പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യണം എന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുകയാണ്. വമാ കാനല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം വമാ കാനല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. വിശുദ്ധ ഖുർആനിലൂടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്ന ഒരു വർത്തമാനമാണ് സൂറത്ത് അൻഫാലിലൂടെ. നീ അവരിൽ ഉണ്ടായിരിക്കെ അള്ളാഹു അവരെ ശിക്ഷിക്കുകയില്ല. ജനം ഇസ്തിഗ്ഫാർ അഥവാ പാപമോചന പ്രാർത്ഥന നടത്തുമ്പോഴും അള്ളാഹു അവരെ ശിക്ഷിക്കുകയില്ല. ഈ ആയത്തിലൂടെ അള്ളാഹുവിങ്കൽ നിന്നുള്ള ശിക്ഷ അയക്കാത്തതിന് രണ്ട് കാരണങ്ങളാണ് ഈ ആയത്തിൽ ബോധ്യപ്പെടുത്തുന്നത്. എന്താണ്? ഒന്ന്, ഒരു നാട്ടിൽ ഒരു പ്രവാചകൻ പ്രബോധന ദൗത്യം നിർവഹിക്കുന്നിടത്തോളം കാലം ദൈവിക ശിക്ഷ ഉണ്ടായിരിക്കുന്നതല്ല എന്നാണ്. രണ്ടാമത്തെ കാരണം, ഒരു മനുഷ്യൻ അല്ലെങ്കിൽ മനുഷ്യ സമൂഹം അവരുടെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ചെയ്ത തിന്മകളെക്കുറിച്ച് മനം നൊന്ത് പടച്ച റബ്ബിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് ഇസ്തിഗ്ഫാർ അഥവാ പാപമോചന പ്രാർത്ഥന അഭ്യർത്ഥന നടത്തിയാൽ ആ ജനതയെ അള്ളാഹു ശിക്ഷിക്കുകയില്ല എന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, പടച്ച റബ്ബിന്റെ ശിക്ഷകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി
പടച്ച റബ്ബ് വല്ല അനുഗ്രഹങ്ങളും നമുക്ക് തടസ്സപ്പെടുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ആ തടസ്സം മാറിക്കിട്ടാനുള്ള വഴി പടച്ച റബ്ബിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് പാപമോചന അർത്ഥന നടത്തുക എന്നത് തന്നെയാണ്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ വല്ലാത്ത വരൾച്ചയും ജലക്ഷാമവും അനുഭവപ്പെട്ടു. ഈ സമയം അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞ വർത്തമാനം എന്താ? ഒരു സൊല്യൂഷൻ മുമ്പിലേക്ക് വെക്കുന്നുണ്ട്. നിങ്ങൾ പടച്ച റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്തണം. ഇന്നഹു കാന ഗഫാറ, അവൻ ഗഫാറാണ്, പാപങ്ങൾ പൊറുക്കുന്നവനാണ്. യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ, അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് അവൻ ആകാശ ലോകത്തുനിന്ന് മഴ വർഷിപ്പിച്ചു തരും. വയുംദിദുക്കും ബിഅംവാലിൻ വബനീന വയജ്അൽ ലക്കും ജന്നാത്തും വയജ്അൽ ലക്കും അൻഹാറ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് വേറെ ചില അനുഗ്രഹങ്ങളെ കുറിച്ചും എടുത്തോടെ ബോധ്യപ്പെടുത്തി. ഈ അനുഗ്രഹങ്ങളെയും നിങ്ങൾക്ക് ലഭിക്കാൻ അടിസ്ഥാനപരമായി നിങ്ങൾ നിർവഹിക്കേണ്ടത് എന്താണ്? റബ്ബിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തണം. സംഭവിച്ചു പോയ തെറ്റുകൾ റബ്ബിനോട് ഏറ്റുപറയണം. പുറത്തു തരണേ എന്ന് നിങ്ങൾ ആവശ്യപ്പെടണം എന്നാണ്. സമാനമായൊരു സാഹചര്യത്തിൽ ആദ് സമൂഹത്തോട് ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ വർത്തമാനവും ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. വയാ ഖൗമി ഇസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി, എൻ്റെ ജനമേ, എൻ്റെ സമൂഹമേ, ഇസ്തഗ്ഫിറൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തണം. സുമ്മ തൂബൂ ഇലൈഹി, പിന്നെ നിങ്ങൾ അവനിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങണം. അങ്ങനെയാണെങ്കിലോ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ, ആകാശ ലോകത്ത് നിന്ന് പടച്ച റബ്ബിന്റെ കാരുണ്യ വർഷമുണ്ടാകും, മഴ നിങ്ങൾക്ക് ലഭിക്കും. വയസിദുക്കും ഖുവ്വത്തൻ ഇലാ ഖുവ്വത്തിക്കും വലാ തതവല്ലൂ മുജ്രിമീൻ, നിങ്ങൾക്ക് അല്ലാഹു ശക്തി വർദ്ധിപ്പിച്ചു തരും, ശക്തന്മാരാക്കി മാറ്റും. നിങ്ങൾ കുറ്റവാളികളായി പിന്തിരിഞ്ഞു പോകരുത്. ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ജനതയോട് പറഞ്ഞ വർത്തമാനമാണ്. പ്രിയമുള്ളവരെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മഴ ഉൾപ്പെടെ ജീവിത ആവശ്യങ്ങൾ തടയപ്പെടുന്നതും അതിൽ കുറവ് വരുന്നതും, ജീവിക്കാൻ കഴിയാത്ത വിധം ചൂട് പോലുള്ള പ്രതിഭാസങ്ങൾ കൂടി വരുന്നതും പടച്ച റബ്ബിന്റെ ഭാഗത്തു നിന്നുള്ള ശിക്ഷയാണ് എന്നും തൗബ ചെയ്ത് കൈകളുയർത്തി അള്ളാഹുവിലേക്ക് തിരിച്ചു മടങ്ങലാണ് അതിനുള്ള പ്രതിവിധി എന്നുമാണ് ഈ ആയത്തുകളൊക്കെയും പ്രവാചകന്മാരുടെ ജീവിത ചരിത്രത്തിന്റെ പിൻബലത്തിൽ വെച്ചുകൊണ്ട് നമ്മോട് വീണ്ടും വീണ്ടും ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പലപ്പോഴും കേട്ടൊരു ചരിത്രമില്ലേ, രണ്ടാം ഖലീഫ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം രാജ്യം ഭരിക്കുന്ന കാലത്ത് ഒരു വർഷം വല്ലാത്ത വരൾച്ച നേരിട്ടു, മഴയില്ലാത്ത അവസ്ഥ വന്നു. ആ സമയം മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആളുകൾ ഒരുമിച്ചുകൂടി, നമസ്കരിക്കാൻ വേണ്ടി ഒരുമിച്ചുകൂടി. ഈ സമയത്ത് ആ മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ മുഴുവൻ അദ്ദേഹം നിർവഹിച്ചത് പാപമോചന പ്രാർത്ഥനയാണ്. ശ്രദ്ധിക്കണം, മഴ ലഭിക്കണേ എന്ന് ചോദിക്കാൻ വേണ്ടി ആളുകളെ വിളിച്ചു കൂട്ടിയിട്ടുള്ള പ്രാർത്ഥനാ സദസ്സ്, അല്ലെങ്കിൽ മഴയ്ക്ക് വേണ്ടിയിട്ടുള്ള നമസ്കാരത്തിന് വേണ്ടി ഒരുമിച്ച് കൂടിയിട്ടുള്ള പ്രാർത്ഥനയിൽ ഖലീഫ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആദ്യം മുതൽ അവസാനം വരെയും പ്രാർത്ഥിച്ചത് പടച്ച റബ്ബേ, ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ നീ പുറത്തു തരണേ എന്ന് മാത്രമാണ്. ഇത് കഴിഞ്ഞപ്പോ ആളുകൾ ഖലീഫയോട് ചോദിച്ചു, അല്ല ഖലീഫ, നമ്മൾ ഒരുമിച്ച് കൂടിയത് മഴയ്ക്ക് വേണ്ടിയിട്ടല്ലേ? നമ്മൾ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനല്ലേ ഒരുമിച്ച് കൂടിയത്? പക്ഷേ താങ്കൾ മഴയ്ക്ക് വേണ്ടി ഒരു വർത്തമാനം പോലും ആ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയിട്ടില്ലല്ലോ. താങ്കൾ വെറും പശ്ചാത്താപത്തിന്റെ തൗബയുടെ ഇസ്തിഗ്ഫാറിന്റെ വർത്തമാനങ്ങളല്ലേ അതിൽ പ്രാർത്ഥിച്ചത്, മഴയ്ക്ക് വേണ്ടി ചോദിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞൊരു ഉത്തരമുണ്ട്. എന്താണെന്നറിയോ? ഞാൻ ആകാശത്തിന്റെ മഴ വർഷിക്കുന്ന വാതിലുകൾ മുട്ടിയിട്ടുണ്ട്, ആകാശത്ത് നിന്നും മഴ വരാനുള്ള അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ ഞാൻ മുട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ സൂറത്ത് നൂഹിലെ ഈ ആയത്ത് ആളുകൾ കോതിക്കേൽപ്പിച്ചു കൊടുത്തു. എന്ത്? ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ.
നിങ്ങൾ അല്ലാഹുവോട് ഇസ്തിഗ്ഫാർ നടത്തണം. തെറ്റുകൾ ചെയ്തവരാരാ? നിങ്ങൾ തന്നെയാണ്, മനുഷ്യർ തന്നെയാണ്. മഴ ലഭിക്കേണ്ടതാർക്കാ? നിങ്ങൾക്ക് തന്നെയാണ്. മനുഷ്യന് മഴ ലഭിച്ചിട്ടില്ലെങ്കിൽ പടച്ചോനക്കൊന്നും സംഭവിക്കാനില്ല. അപ്പൊ മഴ ലഭിക്കേണ്ടത് നിങ്ങൾക്കാണ്. തെറ്റുകൾ ചെയ്തവർ നിങ്ങളാണ്. അനുഗ്രഹമാകുന്ന മഴ പടച്ച റബ്ബ് തടസ്സപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത തെറ്റുകൾ കാരണമാണ്. അതുകൊണ്ട് നിങ്ങൾ ചെയ്ത തെറ്റുകൾ പടച്ച റബ്ബിനെ ഏറ്റു പറയാൻ നിങ്ങൾ തയ്യാറാണോ? തുറന്നു സമ്മതിക്കാൻ നിങ്ങൾ തയ്യാറാണോ? അടഞ്ഞുകിടക്കുന്ന ആകാശവാതിലുകൾ അത് മഴയ്ക്ക് വേണ്ടി തുറന്നു കൊടുക്കുമെന്ന് വിശുദ്ധ ഖുർആൻ വെച്ചുകൊണ്ട് പഠിപ്പിക്കുകയാണ്. അഥവാ നിഷ്കളങ്കമായ ഇസ്തിഗ്ഫാർ മാത്രമാണ് മഴ ലഭിക്കാനുള്ള പരിഹാരം എന്ന് പറയുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഒരാൾ പാപമോചനം കൈവിടാതിരുന്നാൽ, ഒരാൾ ഇസ്തിഗ്ഫാർ കൈവിടാതിരുന്നാൽ അള്ളാഹു അവന് എല്ലാ നെരുക്കങ്ങളിൽ നിന്നും രക്ഷാമാർഗം നൽകും. ഒരു സൊല്യൂഷനാണ്. എന്തെല്ലാം നെരുക്കങ്ങൾ മനുഷ്യൻ അനുഭവിക്കുന്നുണ്ടോ ആ ഇടങ്ങേറുള്ള ജീവിതങ്ങളിൽ നിന്നെല്ലാം രക്ഷാമാർഗം കൊടുക്കും. എങ്ങനെയാണെങ്കിൽ ഒരു മനുഷ്യൻ ഇസ്തിഗ്ഫാർ കൈവിടാതിരുന്നാൽ മാത്രമല്ല ദുഃഖവിചാരങ്ങളിൽ നിന്ന് മുക്തി നൽകും, കണക്കില്ലാത്ത വിധം ഉപജീവനം നൽകും. ഈ ഉപജീവനം എന്നുള്ളതിൽ മഴ ഉൾപ്പെടെ എല്ലാ റഹ്മത്തും അതിൽ ഉൾപ്പെടെ നമ്മൾ മനസ്സിലാക്കണം. ഇവിടെയും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കാനുള്ള അടിസ്ഥാന ഉപാധിയായിട്ട് പറഞ്ഞതെന്താ? നിങ്ങൾ റബ്ബിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് ഇസ്തിഗ്ഫാർ നടത്തണമെന്നാണ്. മനുഷ്യൻ ചെയ്യുന്ന ചില തിന്മകൾക്ക് പകരം അള്ളാഹുവിൻ്റെ അനുഗ്രഹ നിഷേധങ്ങൾ ശിക്ഷയുടെ ഭാഗമായിട്ട് വരുമെന്ന് പറയുന്ന ഒരു സുദീർഘമായ ഹദീസ് ഉണ്ട്. എങ്ങനെ? മനുഷ്യൻ ചെയ്യുന്ന ചില തിന്മകൾക്ക് പകരം അള്ളാഹുവിൻ്റെ അനുഗ്രഹ നിഷേധങ്ങൾ ശിക്ഷയുടെ ഭാഗമായിട്ട് വരും എന്നിങ്ങനെ ഓരോ കാര്യങ്ങളും എണ്ണിപ്പറഞ്ഞു വരുന്ന ഹദീസിൽ അതിൽ അവസാന ഭാഗം കാണാൻ കഴിയും. വലം യംനഉ സകാത്ത് അംവാലിഹിം, സകാത്ത് കൃത്യമായിട്ട് ഒരാൾ കൊടുക്കുന്നില്ലെങ്കിൽ, ഒരു വിഭാഗം അവരുടെ സമ്പത്തിന്റെ കണക്ക് നോക്കി സകാത്ത് കൃത്യമായിട്ട് കൊടുക്കുന്നില്ലെങ്കിൽ, ഇല്ലാ മുനിഉൽ ഖത്റ മിനസ് സമ, ആകാശത്ത് നിന്നുള്ള മഴ പടച്ചോൻ തടഞ്ഞു വെക്കും. വലൗലൽ ബഹാഇമു ലം യുമത്തിറു, നാൽക്കാലികളില്ലായിരുന്നെങ്കിൽ ആ മഴയും കിട്ടില്ല, മഴയും കിട്ടായിരുന്നില്ല. എന്താ പറഞ്ഞത്? സമ്പത്തിന്റെ കണക്ക് നോക്കി സക്കാത്ത് കൊടുക്കാതിരുന്നാൽ അതിന് ശിക്ഷ എന്നോണം ആകാശ ലോകത്തു നിന്നുള്ള മഴ അള്ളാഹു നിങ്ങൾക്ക് തടഞ്ഞു വെക്കും. ഇനി എപ്പോഴെങ്കിലും വല്ല മഴത്തുള്ളി കിട്ടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, പിന്നെ നിങ്ങളുടെ നാട്ടിൽ ജീവിക്കുന്ന മിണ്ടാപ്രാണികളായ നാൽക്കാലി മൃഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്നാണ് ആ പറയുന്നത്. മറ്റൊരു സ്ഥലത്ത് ഖുർആൻ പറഞ്ഞത്, വലൗ അന്ന അഹ്ലുൽ ഖുറാ ആമനു വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്, വിശ്വസിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഭൂമിയിൽ നിന്നും ആകാശത്തു നിന്നും ബറക്കത്തുകൾ തുറന്നു കൊടുക്കുമായിരുന്നു എന്നാണ്. ബൈബിളിലുമൊക്കെ ഇതേ പരാമർശം നമുക്ക് വായിക്കാനും മനസ്സിലാക്കാനൊക്കെ കഴിയും. ഒരിക്കൽ ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ഒരു വിജ്ഞാന സദസ്സിൽ ഒരാൾ കടന്നു വന്നിട്ട് വരൾച്ചയെക്കുറിച്ച് കൊണ്ട് പരാതി പറയുകയാണ്. വരൾച്ചയാണ്, എന്താണ് പരിഹാരം? ഹസനുൽ ബസ്രി മറുപടി കൊടുത്തു, അള്ളാഹുവോട് നിങ്ങൾ കൈ പൊക്കിക്കൊണ്ട് മാപ്പ് തേടുക, പടച്ച റബ്ബിനോട് നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തുക. എന്താ ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ? പാപമോചനം. എന്ത് പാപത്തെക്കുറിച്ചാണ് പറയണത്? വ്യഭിചാരം പോലുള്ള, മദ്യപാനം പോലുള്ള പാപങ്ങളെ കുറിച്ച് മാത്രമാണോ? അതല്ല, വേറെയും ഒരുപാട് പാപങ്ങൾ മനുഷ്യരെ നിങ്ങൾ ചെയ്യുന്നുണ്ട്. പ്രകൃതിയോട് നിങ്ങൾ ചെയ്യുന്ന ഒരുപാട് പാപങ്ങളുണ്ട്. പടച്ച റബ്ബ് ഇഷ്ടപ്പെടാത്ത ഒരുപാട് നിലപാടുകൾ നിങ്ങൾ ജീവിക്കുന്ന പ്രകൃതിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എടുക്കുന്നുണ്ട്. അങ്ങനെ തുടങ്ങി നിങ്ങൾ ചെയ്യുന്ന മുഴുവൻ പാപങ്ങളെ കുറിച്ചുമാണ് ഈ പറയുന്നത്, നിലപാടുകളെ കുറിച്ചാണ് ഈ പറയുന്നത്, നിങ്ങളുടെ സമീപനങ്ങളെ കുറിച്ചാണ് ഈ പറയുന്നത്. അപ്പൊ അദ്ദേഹം വരൾച്ചയെക്കുറിച്ച് പരാതി പറഞ്ഞ ആളോട് പറഞ്ഞു, അള്ളാഹുവോട് കൈകൾ ഉയർത്തിക്കൊണ്ട് നിങ്ങൾ മാപ്പ് തേടുക. രണ്ടാമതൊരാൾ വന്നു. അയാൾ ചോദിച്ചത് ദാരിദ്ര്യത്തെക്കുറിച്ചാണ് പ്രശ്നം. താൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദാരിദ്ര്യത്തെക്കുറിച്ചാണ് പരാതി പറഞ്ഞത്. ഈ സമയത്തും അദ്ദേഹം തിരിച്ചു കൊടുത്ത മറുപടി, സൊല്യൂഷൻ ഒന്നാണ്,
അള്ളാഹുവോട് കൈകൾ ഉയർത്തിക്കൊണ്ട് മാപ്പ് തേടുക. മൂന്നാമത്തെ ആൾ വന്ന് പറഞ്ഞത് വിവാഹം കഴിഞ്ഞിട്ടും മക്കളില്ലാത്തതിനെ കുറിച്ചാണ്. നാലാമൻ പറഞ്ഞത് തൻ്റെ കൃഷിയിടത്തെ വിളകളൊക്കെയും മോശമായി കൊണ്ടിരിക്കുന്നു എന്നതിനെ കുറിച്ചാണ്. ഈ വ്യത്യസ്തങ്ങളായ 4 പരാതികൾ പറഞ്ഞ 4 ആളുകൾക്കും ഹസൻ അൽ ബസ്രി കൊടുത്ത മറുപടി ഒന്നാണ്. എന്താ? നിങ്ങൾ അള്ളാഹുവോട് കൈകൾ ഉയർത്തിക്കൊണ്ട് സംഭവിച്ചു പോയ തെറ്റുകൾ, പിഴവുകൾ, പടച്ച റബ്ബിന് നിരക്കാത്ത വല്ലതും, നിങ്ങൾക്ക് വേണ്ട അനുഗ്രഹങ്ങളൊക്കെയും തരാൻ ബാധ്യസ്ഥനായ പടച്ച റബ്ബിന് ഇഷ്ടപ്പെടാത്ത വല്ലതും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ആ റബ്ബിനോട് കൈപൊക്കിയിട്ട് നിങ്ങളൊന്ന് പറയണം. ഇതാണ് ഒരൊറ്റമൂലിയായിട്ട് അദ്ദേഹം നിർദ്ദേശിച്ചു കൊടുത്തത്. അള്ളാഹിനോട് മാപ്പിരക്കുക. അപ്പോൾ അവിടെയുള്ള ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഒരാൾ ചോദിച്ചു, അല്ല എന്താണ് ഇങ്ങനെ വന്നവ? 4 ആളുകളും വ്യത്യസ്ത പരാതികളാണ്, പക്ഷെ സൊല്യൂഷൻ ഒന്നാണ്. എന്ത് അങ്ങനെ പറയാനെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതല്ല, അത് വിശുദ്ധ ഖുർആൻ അധ്യാപനമാണ്. ഞാൻ നേരത്തെ ഓതി കേൾപ്പിച്ചല്ലോ, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ വർത്തമാനമാണത്. ഈ പറഞ്ഞ പ്രതിസന്ധികൾക്കൊക്കെയും പരിഹാരമായിട്ട് അദ്ദേഹം നിർദ്ദേശിച്ചത് പടച്ചറബിനോട് നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തണം എന്ന് തന്നെയാണ്. ഒരിക്കൽ മാലിക് ദീനാറിൻ്റെ കാലത്ത് വല്ലാത്തൊരു വരൾച്ചയുണ്ടായി. കുറച്ചു കാലം ഒരു ലോങ് ടൈം നീണ്ടു നിൽക്കുന്ന ഒരു വരൾച്ചയുണ്ടായി. അങ്ങനെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം, കാലത്തിന് ശേഷം ആകാശത്തിങ്ങനെ മേഘം പ്രത്യക്ഷപ്പെട്ടു എന്നാണ്. ആകാശത്ത് മേഘം പ്രത്യക്ഷപ്പെട്ടപ്പോൾ എല്ലാവരും സന്തോഷിച്ചു, മഴ പ്രതീക്ഷിച്ചു. പക്ഷേ മഴ പെയ്തില്ല. അങ്ങനെ മാലിക് ദീനാറിനോട് ആളുകൾ പോയിട്ട് പരാതി പറയുകയാണ്. മഴ പെയ്യാതായപ്പോൾ പരാതി പറയുകയാണ്, സങ്കടം പറയുകയാണ്, നിരാശ ബോധ്യപ്പെടുത്തുകയാണ്. ഈ സമയം അദ്ദേഹം തിരിച്ചു പറഞ്ഞെന്താണെന്നറിയോ? നിങ്ങളുടെ നടപടികളും സമീപനങ്ങളും നിലപാടുകളും കാണുമ്പോൾ മഴ പെയ്യാത്തതിലല്ല എനിക്ക് അത്ഭുതം, പിന്നെ ആകാശ ലോകത്തു നിന്ന് ചരൽക്കല്ലുകൾ വർഷിക്കാത്തതിലാണ് എനിക്ക് അത്ഭുതം. മേഘമൊന്നും മഴ പെയ്തില്ല. അപ്പോൾ ഇദ്ദേഹം പറയാണ്, മഴ പെയ്യാത്തതിലല്ല എനിക്ക് അത്ഭുതം, നിങ്ങളുടെ നിലപാടുകളും സമീപനങ്ങളും നിങ്ങളുടെ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടുകളും കാണുമ്പോൾ എനിക്ക് അത്ഭുതം എന്താണെന്നറിയോ? ആകാശ ലോകത്ത് നിന്ന് ചരൽക്കല്ലുകൾ വർഷിക്കാത്തതിലാണ് എനിക്ക് അത്ഭുതം. മഴയ്ക്ക് പകരം കല്ലുകൾ വർഷിക്കുന്നില്ലെങ്കിൽ അത് അള്ളാഹു നിങ്ങളോട് കാണിക്കുന്ന കാരുണ്യമായിട്ട് കണ്ടോളീൻ. മഴയ്ക്ക് പകരം ചരൽക്കല്ലുകൾ വർഷിക്കുന്നില്ലെങ്കിൽ അത് പടച്ചോൻ നിങ്ങളോട് കാണിക്കുന്ന ഔദാര്യമായിട്ട് കണ്ടോളീൻ. അത്രയ്ക്കും പാപികളാണ് നിങ്ങളെന്ന് അദ്ദേഹം ആ സമൂഹത്തിന് മറുപടി കൊടുത്തു എന്നാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മൾ പരാതി പറയാം, മഴല്ല, ചൂട് കൂടുതലാണ്, മഴ കിട്ടുന്നില്ല, വെള്ളമില്ല. ഇതൊക്കെ നമ്മൾ പറയുക മാത്രമല്ല, അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണിത്. പക്ഷേ നമ്മുടെ മാനസികാവസ്ഥ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. മഴ വേണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്, ചൂട് കുറയണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഇതിനൊക്കെയും ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ഈ ഒരൊറ്റ പരിഹാരം, അതൊറ്റക്കാവട്ടെ സംഘമായിട്ടാവട്ടെ, ചെയ്യാൻ നമ്മൾ തയ്യാറായിട്ടുണ്ടോ? ഉണ്ടോ? വളരെ വേദന ഉണ്ടാക്കിയൊരു ചില അനുഭവങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെയൊക്കെ കൊടും വരൾച്ച നമ്മൾ അനുഭവിക്കുമ്പോഴും നമ്മുടെയൊക്കെ ചുറ്റുഭാഗത്ത് പല ഭാഗത്തും പള്ളികളിലൊക്കെ, മൈതാനങ്ങളിലും പള്ളികളിലുമൊക്കെ മഴയ്ക്ക് വേണ്ടി നടത്തിയ നമസ്കാരങ്ങളും പ്രാർത്ഥനകളും അതിൽ പോലും പങ്കെടുത്തത് വളരെ ചുരുക്കം ആളുകളാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക അവസ്ഥ. മഴയ്ക്ക് വേണ്ടിയുള്ള കൈപൊക്കിക്കൊണ്ടുള്ള നമസ്കാരം, പ്രാർത്ഥന, വീട്ടിലെ വളർത്തു മൃഗങ്ങളെപ്പോലും നിങ്ങളതിലേക്ക് കൊണ്ടുവരണമെന്ന ഹദീസിൽ അത്രത്തോളം അല്ലാഹു റസൂൽ പഠിപ്പിച്ചു. വീട്ടിലുള്ള വളർത്തു മൃഗങ്ങളെപ്പോലും നിങ്ങൾ ആ മഴയ്ക്ക് വേണ്ടിയുള്ള നമസ്കാരത്തേക്ക് മൈതാനത്തേക്ക് കൊണ്ടുവന്ന് അവിടെ നിർത്തണം. കാരണം ഇടയ്ക്കും നിലക്കൊക്കെ ഒരു മഴ കിട്ടുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ കണ്ടിട്ടൊന്നുമല്ല, ആ വളർത്തു മൃഗങ്ങളുള്ളത് കൊണ്ട്, അതുകൊണ്ട് അവരെയും കൊണ്ടുവരണം എന്നാ. ഇത്രത്തോളം അല്ലാഹു റസൂൽ പഠിപ്പിച്ചിട്ടും നമ്മുടെയൊക്കെ പ്രദേശത്ത് പലയിടത്തും നടന്നിട്ടുണ്ട്. വാട്സപ്പിൽ നിങ്ങൾ കണ്ടില്ലേ, പല സ്ഥലത്തും നടന്ന മഴയ്ക്ക് വേണ്ടിയുള്ള നമസ്കാരങ്ങളെ കണ്ടപ്പോൾ വളരെ ശോഷിച്ചു പോയ, വളരെ കുറച്ച് മാത്രം ആളുകളില്ല. നമ്മൾ ആലോചിച്ചു, നമ്മൾ എവിടേക്കാണ് നമ്മൾ പോയി, എങ്ങോട്ടാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതൊക്കെ കാണുമ്പോഴാണ് റസൂൽ പറഞ്ഞത് ഓർമ്മ വരുന്നത്. ഈ മൃഗങ്ങൾ പോലും ഇല്ലായിരുന്നെങ്കിൽ ഈ കിട്ടുന്ന മഴയും നിങ്ങൾക്ക് ലഭിക്കുമായിരുന്നില്ല എന്ന്. പ്രിയമുള്ളവരെ,
അള്ളാഹുവിൻ്റെ അനുഗ്രഹം അവൻ നമുക്ക് അനുവദിക്കണമെങ്കിൽ അവൻ പറഞ്ഞ പരിഹാരം അത് നടപ്പിലാക്കാൻ നമുക്ക് കഴിയണം. ഇസ്തിഗ്ഫാർ എന്ന അറബി വാക്കിൻ്റെ അർത്ഥം പാപമോചനത്തിനുള്ള അഭ്യർത്ഥന എന്നാണ്. ചെയ്തുപോയ പാപത്തെ ശുദ്ധീകരിക്കാൻ, ധാരാളം സൽക്കർമ്മങ്ങൾ ലഭിക്കാനുള്ള, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അങ്ങനെ ഇടതടവില്ലാതെ ലഭിക്കാനുള്ള ഒറ്റമൂലിയാണ് ഇസ്തിഗ്ഫാർ എന്ന് പറയുന്നത്. അതെങ്ങനെയാണെന്ന വചനം പോലും അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു. അസ്തഗ്ഫിറുല്ലാഹിൽ അലീം, അസ്തഗ്ഫിറുല്ലാഹിൽ അലീം. ഇതാണ് പാപമോചന പ്രാർത്ഥനയുടെ വചനം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇസ്തിഗ്ഫാർ നമ്മൾ പറഞ്ഞല്ലോ. എന്താ അങ്ങനെ ഖുർആൻ പറയാൻ കാരണം എന്താ? നമ്മൾ പലപ്പോഴും മനസ്സിലാക്കിയൊരു കാര്യമുണ്ടല്ലോ, ഒരു മനുഷ്യൻ എപ്പോഴും അള്ളാൻ്റെ കൂടെ ഉള്ളത്, അള്ളാൻ്റെ കൂടെ മനുഷ്യൻ്റെ ജീവിതം എന്നാണ്. പക്ഷെ ഒരു തെറ്റ് ചെയ്യുമ്പോൾ മനുഷ്യൻ അള്ളാൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ അകന്നു, നമ്മൾ പലപ്പോഴും മനസ്സിലാക്കിയതാണ്. തെറ്റുകൾ ചെയ്യുമ്പോൾ മനുഷ്യർ അള്ളാൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ അകന്നു പോകുന്നതാണ്. സ്വാഭാവികമായിട്ടും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളിൽ നിന്നും അകന്നു പോകും. കണ്ടോ? അപ്പോൾ വീണ്ടും അള്ളാഹിൻ്റെ അനുഗ്രഹങ്ങൾ കിട്ടാനുള്ള വഴി എന്തെന്നാ? അള്ളാഹുവിലേക്ക് തിരിച്ചു വരിക, അള്ളാഹിൻ്റെ സാമീപ്യത്തിലേക്ക് മടങ്ങിപ്പോവുക. അതിനുള്ള വഴിയാണ് ഇസ്തിഗ്ഫാർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ തടയപ്പെടുമ്പോൾ അത് വീണ്ടും നിങ്ങൾക്ക് ലഭിക്കാനുള്ള വഴിയായിട്ട് ഇസ്തിഗ്ഫാർ മാത്രമാണ് പരിഹാരമെന്ന് ഇങ്ങനെ ഖുർആനും ഹദീസൊക്കെ പഠിപ്പിക്കാനുള്ള കാരണം പ്രിയമുള്ളവരെ. അപ്പം വീണ്ടും വീണ്ടും അള്ളാഹുവിന് അനുഗ്രഹം ലഭിക്കാനുള്ള വഴി അവനിലേക്ക് തന്നെ തിരിച്ചു പോവുക എന്നാണ്. അതുകൊണ്ട് രാത്രികളൊക്കെ എഴുന്നേറ്റ് പടച്ച റബ്ബിനോട് കൈകൾ ഉയർത്തി ഇസ്തിഗ്ഫാർ നടത്താൻ ഇനിയെങ്കിലും നമ്മൾ സമയം കണ്ടെത്തണം. പള്ളികൾക്ക് കീഴിലും അല്ലാതെയുമൊക്കെ, ഒന്നിച്ചും ഒറ്റയ്ക്കും അല്ലാതെയുമൊക്കെ മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളും നമസ്കാരങ്ങളൊക്കെ നിർവഹിക്കണം. പാപങ്ങളിൽ നിന്ന്, തെറ്റുകുറ്റങ്ങളിൽ നിന്നൊക്കെ അകന്ന് ജീവിക്കണം. ഇതൊക്കെ നിങ്ങളുടെ സന്ദേശങ്ങളാണ്. എന്താ മഴ കിട്ടാത്തത്? നിങ്ങൾ തെറ്റുകൾ നിർത്തണം, അരുതായ്മകൾ നിർത്തണം. റബ്ബിനോട് ധിക്കാരം കാണിക്കുന്നുണ്ടെങ്കിൽ ആ ധിക്കാരം നിലനിർത്തിക്കൊണ്ട് തന്നെ മഴയ്ക്ക് വേണ്ടി ചോദിച്ചാൽ തരൂല പടച്ചോൻ. അതുകൊണ്ട് റബ്ബിലേക്ക് അടുക്കണം, തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാറി സഞ്ചരിക്കണം. അങ്ങനെ അള്ളാഹിനോട് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കണം. ഇതൊക്കെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ ഇസ്തിഗ്ഫാർ നടത്തി കുട്ടികൾക്കൊക്കെ വീട്ടിലൊക്കെ ഇത് പറഞ്ഞു കൊടുക്കണം. ഭാര്യയോട്, മക്കളോട് അള്ളാഹിനോട് കൈകൾ ഉയർത്തി, ഒറ്റയ്ക്കും തെറ്റായിട്ടൊക്കെ അള്ളാഹിനോട് കൈകൾ ഉയർത്തിക്കൊണ്ട് പറയാൻ, ഇസ്തിഗ്ഫാർ നടത്താൻ, അങ്ങനെ മഴയെ ചോദിക്കാൻ നമുക്ക് കഴിയണം, സാധിക്കണം. റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അതോടൊപ്പം ഇങ്ങനെ ചൂട് കൂട്ടിക്കൊണ്ടിരിക്കുക. നമ്മളൊക്കെ പലപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെയും മറ്റു മീഡിയകളിലൊക്കെ കാണുന്നത് പോലെ ചൂട് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും കറണ്ടിൻ്റെ ഉപയോഗം കൂടും. അതിനേക്കാൾ വലിയ പ്രയാസങ്ങളുണ്ടാക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. പല ട്രാൻസ്ഫോമറുകളും അത് ഓഫായി പോകുന്ന സാഹചര്യങ്ങൾ, പൊട്ടിത്തെറിച്ചു പോകുന്ന സാഹചര്യങ്ങൾ, ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ചിലപ്പോൾ ദിവസങ്ങളോളം കറണ്ടില്ലാതെ ജീവിക്കേണ്ട അവസ്ഥ വരും. അത് മറ്റൊരു പരീക്ഷണമായിട്ട് മാറും. അപ്പം ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ സാന്ദർഭികമായിട്ട് ഞാൻ സൂചിപ്പിക്കുന്നു, പരമാവധി കറണ്ടിൻ്റെ, വെള്ളത്തിൻ്റെ ഇതിൻ്റെയൊക്കെ ഉപയോഗങ്ങളൊക്കെ ചുരുക്കി ഉപയോഗിക്കാനൊക്കെ നമ്മൾ ശീലിക്കണമെന്ന് കൂടി സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനിയും ആ പടച്ച റബ്ബിലേക്ക് നമ്മൾ തിരിച്ചു പോകാൻ തയ്യാറല്ലെങ്കിൽ വളരെ വളരെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയൊക്കെ പറഞ്ഞതുപോലെ നമുക്കുള്ളൊരു പരിഹാരം അത് മാത്രമാണ്. ഈ ചൂടിൽ നിന്ന് രക്ഷപ്പെട്ട് കിട്ടാൻ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ മഴ ഇങ്ങോട്ട് വർഷിച്ച് കിട്ടാൻ നമ്മൾ അള്ളാഹുവോട് കൈകൾ ഉയർത്തിക്കൊണ്ട് അള്ളാഹുവോട് ചെയ്തു പോയ തെറ്റുകളൊക്കെയും തുറന്ന് സമ്മതിച്ച്, പടച്ചോനെ നീ അനുഗ്രഹങ്ങൾ തുറന്നു തരണേ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുക. പടച്ചറബ്ബേ നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ തമ്പുരാനെ. പടച്ചറബ്ബേ പലരും ചെയ്തു പോയ തെറ്റുകളുടെ പേരിൽ ഞങ്ങൾക്കുള്ള അനുഗ്രഹത്തെ നീ തടസ്സപ്പെടുത്തല്ലേ നാഥ. ഞങ്ങൾ ചെയ്തു പോയ മുഴുവൻ തെറ്റുകളും നിന്നോട് ഏറ്റു പറയുന്നു നാഥ, ഞങ്ങൾക്ക് നീ പുറത്തു തരണേ തമ്പുരാനെ. പടച്ചറബ്ബേ ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്ത രഹസ്യവും പരസ്യവുമായ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് നീ പുറത്തു തരണേ തമ്പുരാനെ. റഹ്മാനായ നാഥ, റബ്ബേ കാരുണ്യവാനായ നാഥ, ചൂട് സഹിക്കാവുന്നതിലും അപ്പുറമാണ് റബ്ബേ, ഞങ്ങളോട് നീ കരുണ കാണിക്കണേ തമ്പുരാനെ. ഞങ്ങളിൽ സംഭവിച്ചു പോയ തെറ്റുകളുടെ പേരിൽ നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നീ തടസ്സപ്പെടുത്തല്ലേ തമ്പുരാനെ. ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ തമ്പുരാനെ. റഹ്മാനായ നാഥ, ആകാശ ലോകത്തു നിന്നും നിന്റെ അനുഗ്രഹമായ കാരുണ്യത്തിൻ്റെ മഴത്തുള്ളികൾ ഞങ്ങൾക്ക് നീ ഇറക്കിത്തരണേ തമ്പുരാനെ. ഈ ചൂടിൽ നിന്നും ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ.